ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദം പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദം പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. അന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കവേ അടക്കി ഓടുകിൽ ആശ വെച്ച പന്തയപ്പോലുള്ള ലഭിച്ചിടും. ആശയിച്ചയൊക്കവേ അടക്കി ഓടുകിൽ ആശ വെച്ച പന്തയപ്പോലുള്ള ലഭിച്ചിടും. ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം. ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം. ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും. നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും. നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 19. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം.
അതിന്റെ 26-ാം വാക്യം വായിക്കും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യം. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. But Lot's wife from behind him foolishly looked back towards Sodom in an act of disobedience, and she became a pillar of salt. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. സെയിന്റ് ലൂക്ക് chapter 17 verse 32. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇന്ന് ഈ 19-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ലോത്സ് വൈഫ്, ദ കോസ്റ്റ് ഓഫ് ലുക്കിംഗ് ബാക്ക്. തിരിഞ്ഞു നോക്കിയതിന്റെ വില നൽകേണ്ടി വന്ന ലോത്തിന്റെ ഭാര്യ. Lot's wife, the cost of looking back. In Luke chapter 17, the Lord tells those listening to him that they should remember Lot's wife. തന്നെ ശ്രദ്ധിക്കുന്ന ആളുകളോട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. Nowhere in the Bible are we told to remember Abraham, Isaac or Jacob. We are not commanded to remember Ruth or Rahab, David or Joshua, but we are commanded to remember Lot's wife. അബ്രഹാമിനെയോ ഇസഹാക്കിനെയോ ഓർത്തുകൊള്ളുവീൻ എന്നൊരു വാക്യം വേദപുസ്തകത്തിലില്ല. രൂത്തിനെയോ രാഹാബിനെയോ ഓർത്തുകൊള്ളുവീൻ എന്ന വാക്യവും ഇല്ല. ദാവീദിനെയോ ജോഷുവയെയോ ഓർത്തുകൊള്ളുവീൻ എന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ യേശു കർത്താവ് നമുക്ക് നൽകുന്ന ഒരു കമാൻഡ്, ഒരു ആജ്ഞ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്നാണ്. We are told to awaken our sluggish memories and look back to the death of one soul who passed through this world, lived in sin and died in sin. എന്തിനാണ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചത്? അതിന്റെ കാരണം, ഈ ലോക ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിലും പാപത്തിലായിപ്പോയ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. We are told to remember Lot's wife. What is there to remember about Lot's wife? She was married to Lot and she lived in Sodom. Before God's judgment came on Sodom and Gomorrah, she, along with her husband and 2 unmarried daughters, were forced from the city. They were all commanded not to look behind them as they fled. സോദോമിലും ഗോമോറയിലും ദൈവത്തിന്റെ തീ ഇറങ്ങുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടുകൊള്ളുവാൻ ദൈവം പറഞ്ഞ ലോത്തിന്റെ ഭാര്യയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഈ സ്ത്രീ. അവർ 2 പെൺമക്കളുമായി ഈ ദേശം വിട്ട് ഓടിപ്പോകുമ്പോൾ അവരോട് പറഞ്ഞു, പുറകോട്ട് നോക്കരുത്, don't look back. But she disobeyed and was instantly judged, killed and transformed into a pillar of salt. അവൾ അനുസരണക്കേട് മൂലം പുറകോട്ട് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടായി.
അവൾ ഒരു ഉപ്പുതൂണായി പരിണമിച്ചു എന്നാണ് അവിടെ പറയുന്നത്. That is what we know from the Bible. ഇതാണ് നമുക്ക് ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് വേദപുസ്തകം നൽകുന്ന വിവരം. But when we study her story, we can learn even more about her, how she lived and why she died like she did. എന്നാൽ ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അവൾ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് മരിച്ചത്. Our assignment from the Lord is what that we remember her. അവളെ ഓർത്തുകൊള്ളുവാൻ ക്രിസ്തു നമ്മെ ഓർപ്പിക്കുക. So I would like to concentrate today's study on Lot's wife and her spiritual condition. There are three major areas of her spiritual life that need to be remembered this evening. ഈ സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വശങ്ങൾ, മൂന്ന് ഭാഗങ്ങൾ ഇന്ന് സന്ധ്യയിൽ ഈ പഠനത്തിൽ നാം ഓർക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, കൺസിഡർ her spiritual privileges. ഈ സ്ത്രീ അനുഭവിച്ച ആത്മീയമായ privileges, പദവികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ലോത്തിന്റെ ഭാര്യ അനുഭവിച്ച ആത്മീയമായ പദവികൾ എന്തൊക്കെയാണ്? She was privileged in her relationships. ബന്ധങ്ങളിൽ വളരെയധികം പരിഗണന ലഭിച്ച ഒരു സ്ത്രീയാണ് ലോത്തിന്റെ ഭാര്യ. She was privileged to be married into the family on the earth that was serving the one true God. ഭൂമിയുടെ പരപ്പിൽ ഏക സത്യ ദൈവത്തെ ആരാധിച്ചിരുന്ന കുടുംബത്തിൽ അംഗമാകുവാൻ ഭാഗ്യം ലഭിച്ചവളായിരുന്നു ലോത്ത്. She was privileged in her relationships. അതിൽ തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ആദ്യമായി, she saw the clear faith of Abraham. അബ്രഹാമിന്റെ വ്യക്തമായ കലർപ്പില്ലാത്ത ദൈവവിശ്വാസം കണ്ട് ജീവിച്ച സ്ത്രീയായിരുന്നു ലോത്തിന്റെ ഭാര്യ. She saw the clear faith of Abraham, the man who was called the friend of God. ദൈവത്തിന്റെ സ്നേഹിതനെന്ന് ദൈവം വിളിച്ച മനുഷ്യന്റെ ഭവനത്തിൽ അംഗമായി തീരുവാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീ. God's friend Abraham was her husband's uncle. അവളുടെ ഭർത്താവിന്റെ അങ്കിളാണ് ഈ അബ്രഹാം. She had witnessed his dedication to the Lord. ദൈവത്തോടുള്ള അബ്രഹാമിന്റെ സമർപ്പണം നിത്യവും നിരന്തരവും കണ്ട് ജീവിച്ച സ്ത്രീയാണ് ലോത്തിന്റെ ഭാര്യ. She had seen his altars and his worship. അബ്രഹാം ഓരോ ഇടത്തും പണിത യാഗപീഠങ്ങളും അവിടെ അർപ്പിക്കുന്ന യാഗങ്ങളും കണ്ട് ജീവിച്ച സ്ത്രീയാണ് ലോത്തിന്റെ ഭാര്യ. She had seen him operate in the power of God and deliver her husband for sure death in Genesis chapter 14. നമ്മൾ 14-ാം അധ്യായം പഠിച്ചപ്പോൾ കണ്ടു, ലോത്തിനെ നാട്ടുരാജാക്കന്മാർ ആക്രമിച്ചപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ യുദ്ധം ചെയ്ത അബ്രഹാമിനെ കണ്ടു വളർന്നവളാണ് ഈ ലോത്തിന്റെ ഭാര്യ. She was privileged to be associated with one of the greatest godly men who ever walked this planet. ഈ ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളതിൽ
വിശ്വാസികളുടെ വീരൻ, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിന്റെ ഭവനത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവളായിരുന്നു ലോത്തിന്റെ ഭാര്യ. രണ്ടാമതായിട്ട്, she saw the cloudy faith of Lot. അബ്രഹാമിന്റെ വലിയ വിശ്വാസം കണ്ടു. ഇപ്പോൾ ഇവിടെ അല്പം മങ്ങലുള്ള ലോത്തിന്റെ വിശ്വാസം അവൾ കാണുകയാണ്. Lot was a man of many spiritual failures. ആത്മീയമായി വളരെയധികം പരാജയങ്ങൾ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു ലോത്ത്. His story is found in Genesis 13 and 14. He traded his tent for a townhouse. Lot traded his tent for a townhouse. അവന്റെ കൂടാരം പട്ടണത്തിലെ ആധിക്യങ്ങൾക്ക് വിട്ടുകൊടുത്ത, അതുമായി വച്ചുമാറിയ ഒരു മനുഷ്യനായിരുന്നു ലോത്ത്. But in spite of his failures, the Bible calls Lot a righteous man. പല പരാജയങ്ങൾ നേരിട്ടവനാണെങ്കിലും അവനെ വേദപുസ്തകം വിളിക്കുന്നത് നീതിമാനായ ലോത്ത് എന്നാണ്. His wife could have benefited from his faith, but she failed to do so. പരാജയപ്പെട്ട വിശ്വാസിയായിരുന്നെങ്കിലും അവനെ നീതിമാൻ എന്ന് ദൈവം കണക്കിട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയ ഒരു സ്ത്രീ ആയിരുന്നു ലോത്തിന്റെ ഭാര്യ. എന്നാൽ അവൾ അത് ചെയ്തില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. Once relationships do not save, faith in Jesus saves souls. അതുകൊണ്ട് വിശ്വാസിയായ ഒരാളോട് ബന്ധമുണ്ട് എന്ന് കരുതി നമ്മൾ രക്ഷിക്കപ്പെടണമെന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ലോത്തിന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടേനെ. വിശ്വാസികളുടെ പിതാവിന്റെ ഭവനത്തിൽ അവൾ ജീവിച്ചു. വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നെങ്കിലും അതിനെ അതിജീവിച്ച ലോത്തിന്റെ ഭാര്യയായിരുന്നു. പക്ഷെ അവൾ അതിൽ നിന്നൊന്നും പാഠം പഠിച്ചില്ല. അതുകൊണ്ട് നമ്മൾക്ക് ദൈവത്തോട് നാം ഉണ്ടെന്ന് പറയുന്ന ബന്ധമോ ദൈവാലയത്തോടുണ്ടെന്ന് പറയുന്ന ബന്ധമോ നമ്മളെ രക്ഷിക്കണമെന്നില്ല. നല്ല വിശ്വാസമുള്ള മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായി സാൽവേഷൻ കിട്ടും, രക്ഷ കിട്ടും എന്ന് നാം വിചാരിച്ചു പോകരുത്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, she was privileged in her revelations. അവൾക്ക് ലഭിച്ച വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ അവൾ ഒരു ഭാഗ്യവതി ആയിരുന്നു. Because of her relationship with Lot and Abraham, she learned a few things about God. അബ്രഹാമിനോടും ലോത്തിനോടുമുള്ള ബന്ധം മൂലം ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും റിവീൽ ചെയ്യപ്പെട്ട് കിട്ടിയ ആളായിരുന്നു ലോത്തിന്റെ ഭാര്യ. ഒന്ന്, she was acquainted with deity. She certainly knew who God was and how one approaches him. ഈ ദൈവത്തെ അറിയാൻ, അബ്രഹാമിന്റെയും ലോത്തിന്റെയും ദൈവത്തെ അറിയാൻ ഭാഗ്യം കിട്ടിയവളാണ്. അപ്പോൾ അവൾക്ക് ലഭിച്ച അടുത്ത പദവി എന്താണ്? ദൈവം ആരാണ്, ദൈവത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്. Who God was and how one approaches him. ഇത് നേരിട്ട് പഠിക്കാൻ അവസരം കിട്ടിയവളാണ് ലോത്തിന്റെ ഭാര്യ. She had learned this from her husband and his uncle. Yet she never followed through with it. എന്നാൽ ഇത്
അനുഗമിക്കുവാൻ, ഇത് പിന്തുടരുവാൻ ലോത്തിന്റെ ഭാര്യയ്ക്ക് സാധിച്ചു. We sit in church and know who God is and how to come to him, but we fail to act on what we know. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ ദൈവാലയത്തിലും ദൈവസന്നിധിയിലും സമയം ചെലവഴിക്കും. എന്നാൽ ദൈവം ആരാണെന്നും ദൈവത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നും നമ്മൾ പഠിക്കും. പക്ഷേ അത് പാലിക്കുവാൻ ലോത്തിന്റെ ഭാര്യയെ പോലെ നമ്മളും ചിലപ്പോഴൊക്കെ പരാജയപ്പെടാറില്ലേ? Dear friends, it has to move from the head to the heart before it can save your soul. നമ്മുടെ faith, it has to move from head to the heart. ഇത് തലയിൽ ബുദ്ധിയിൽ മാത്രം പോരാ, ഹൃദയത്തിലോട്ട് നീങ്ങണം. എങ്കിലേ ഈ അറിവുകൾ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. Acting on the knowledge we have saves the soul. നമുക്ക് ആത്മീയതയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള അറിവുകൾ നാം പ്രാവർത്തികമാക്കിയെങ്കിലേ ആ അറിവുകൾ നമ്മെ രക്ഷിക്കുകയുള്ളൂ. നെക്സ്റ്റ്, she was aware of the destruction. ഒന്ന്, she was acquainted with the deity. ദൈവത്തോട് വളരെ acquaintance ഉണ്ടായിരുന്നു. രണ്ട്, she was aware of the destruction. God had even graced her by sending angels to warn her and her family of the impending doom. വരുവാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ച് അവളോടും അവളുടെ കുടുംബത്തോടും സംസാരിക്കുവാൻ ദൈവം ദൂതന്മാരെ നേരിട്ട് അയച്ചിരുന്നു. Still she refused to flee from the wrath of God. എന്നിട്ടും ദൈവകോപത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ഈ സ്ത്രീ പരാജയപ്പെട്ടു. അവിടെ പറയുന്നുണ്ട്, ഓടിപ്പോയിക്കൊള്ളുക, തിരിഞ്ഞു നോക്കരുത്. അവിടെ വളരെ സങ്കടകരമായ ഒരു കാര്യം നമ്മൾ കാണുന്നു. She knew, but it didn't help her. അവൾ അറിഞ്ഞു, പക്ഷെ അറിവ് അവളെ സഹായിച്ചില്ല. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നോട്ടം നടത്തേണ്ടതുണ്ട്. How many of us today know the judgment that is coming and still they do not flee to Jesus for refuge? ലോത്തിന്റെ ഭാര്യയുടെ മാത്രം പ്രതിസന്ധി അല്ല. ദൈവത്തെ അറിയുന്ന, ദൈവത്തിന്റെ ന്യായവിധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, ദൈവം വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്ന നമ്മളിൽ എത്ര പേർ ഈ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്? Everyone know how many have run to him for shelter. എല്ലാവർക്കും അറിയാം, പക്ഷെ എത്ര പേർ അവങ്കലേക്ക് ഓടി അഭയം പ്രാപിക്കും? ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, only a fool walks into hell with his eyes open to its reality and closed to God's proximity. Only a fool walks into hell with his eyes open to its reality and closed to God's proximity. നരകത്തിലെ അനുഭവങ്ങളിലേക്ക് തുറന്ന കണ്ണുകളുമായി ഒരു ഭോഷൻ മാത്രമേ പോവുകയുള്ളൂ. ദൈവത്തിലേക്കുള്ള ദൂരം കുറവാണെന്ന് അറിഞ്ഞിരിക്കെ നരകത്തിലേക്ക് പോകുന്നവർ ഭോഷന്മാരാണെന്നാണ് പറയുന്നത്.
നമ്മുടെ അനുഭവങ്ങളെ ഈ സ്ത്രീയുടെ അനുഭവമായി നാം ചേർത്ത് വായിക്കേണ്ടത് ആവശ്യം. She was privileged in her responsibility. അവളുടെ ഉത്തരവാദിത്തങ്ങളിൽ അവൾ privileged ആയിരുന്നു. Here is a woman who knew the facts and was given every opportunity to act upon them. ലോത്തിന്റെ ഭാര്യ ഈ വരുവാനുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് ലഭിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ധാരാളം അവസരങ്ങൾ നൽകപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. She was given the chance to change. അവളുടെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തുവാൻ അവസരം നൽകപ്പെട്ട സ്ത്രീയായിരുന്നു. She was given the chance to believe. വിശ്വസിക്കുവാൻ അവസരം നൽകപ്പെട്ട സ്ത്രീയായിരുന്നു. She was given the chance to be saved. രക്ഷിക്കപ്പെടാൻ അവസരം നൽകപ്പെട്ട സ്ത്രീയായിരുന്നു. Yet she squandered those chances and died without God. എന്നിട്ടും ഈ അവസരങ്ങളെ എല്ലാം നഷ്ടപ്പെടുത്തി ദൈവമില്ലാതെ അവൾ മരിക്കുന്നതായി നമ്മൾ കാണും. ഒന്നാമത്തെ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ എന്താണ് ഒന്നാമത്തെ ഭാഗം? അവളുടെ ജീവിതത്തിൽ ധാരാളം പ്രിവിലേജസ്, ധാരാളം ആത്മീയ അവസരങ്ങൾ, പദവികൾ ലഭിച്ചിട്ടും അതൊന്നും മുതലാക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോയ സ്ത്രീ. സെക്കൻഡ് പാർട്ട്, കൺസിഡർ ഹെയർ സ്പിരിച്വൽ പ്രോബ്ലംസ്. എന്തായിരുന്നു ഈ സ്ത്രീയുടെ ആത്മീയ പരാജയങ്ങളുടെ കാരണം? ഹെയർ സ്പിരിച്വൽ പ്രോബ്ലംസ്. For thousands of years, men have wondered why this woman looked back. നൂറുകണക്കിന് വർഷങ്ങളായി മനുഷ്യകുലം ഇന്നും ചോദിക്കുകയാണ്, എന്തിനാണ് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി? Why this woman looked back? There are three spiritual problems that Lot's wife had in her life. മൂന്ന് പ്രധാന പ്രതിസന്ധികൾ, വിശ്വാസ പ്രതിസന്ധികളാണ് ഈ ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടായത്. These are revealed in this passage and they answer this question. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്നത്തെ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഒന്നാമതായി, a problem with her faith. അവളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം, പ്രതിസന്ധി. അതെന്താണ്? ഡിസ്ബിലീഫ്. അവിശ്വാസമാണ് ഒന്നാമത്തെ പ്രതിസന്ധി. She looked back because she did not believe that God would do what he said. He looked back because she did not believe that God would do what he said. She thought God was bluffing. എന്തുകൊണ്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്? അവൾ വിശ്വസിച്ചു ദൈവം പറഞ്ഞത് ചെയ്യാൻ പോകുന്നില്ല. She thought he was bluffing. ബ്ലഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബ്ലഫ് എന്ന വാക്കിന്റെ മലയാള അർത്ഥത്തിൽ ഒന്ന് ഭോഷ്ക് എന്നാണ്. കള്ളം, ഭോഷ്ക്. ലോത്തിന്റെ ഭാര്യയെ വിചാരിച്ചു ദൈവം ഭോഷ്ക് പറയുകയാണ്.
God is not going to do what he said. അവൻ പറഞ്ഞത് അവൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് അവൾ വിശ്വസിക്കുക. Disbelief. People still make the same gamble today. Even believers. നമ്മളും ഇന്ന് ചിലപ്പോഴെങ്കിലും ഇങ്ങനെ വിശ്വസിക്കും, ഓ ദൈവം പറഞ്ഞെങ്കിലും അതൊന്നും ചെയ്യാൻ പോകുന്നില്ല, അത്രയൊന്നും ചെയ്യത്തില്ല എന്ന് ചിന്തിച്ചു പോകാൻ നമുക്കും സാധ്യതയുണ്ട്. Friends, he is in bluffing. അവൻ കള്ളം പറഞ്ഞതല്ല, ഭോഷ്ക് പറഞ്ഞതല്ല. There is chastisement for the child of God who chooses sin over the will of God. ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി പാപത്തെ പുൽകുന്ന വിശ്വാസിക്ക്, ദൈവ പൈതലിന് ദൈവം ശിക്ഷ വിധിക്കും എന്നുള്ളത് ബ്ലഫിംഗ് അല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് നാം ഓർത്തിരിക്കണം. Her problem was disbelief. നമ്മൾക്ക് ഈ പ്രോബ്ലം ഉണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുന്ന പോരായ്മയുണ്ടോ? ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. നമ്മൾ ആളുകളെ ബ്ലഫ് ചെയ്യും, നമ്മൾ ഭോഷ്ക് പറയും, പക്ഷെ ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. അവളുടെ രണ്ടാമത്തെ പ്രോബ്ലം with her face. Disobedience. She, along with all the others, had been commanded not to look back. മറ്റുള്ളവരോടൊപ്പം ലോത്തിന്റെ ഭാര്യയോടും ദൈവദൂതന്മാർ പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്. But there was something within her that caused her to turn back towards Sodom. എന്നാൽ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എന്തോ പ്രേരണ മൂലം അവൾ സോദോമിലേക്ക് തിരിഞ്ഞു നോക്കി. The problem with Lot's wife was that he had her eyes on all the wrong things. He had her eyes on all the wrong things. തെറ്റായ കാര്യങ്ങളിലേക്ക് അവളുടെ മുഖം തിരിഞ്ഞിരുന്നു. അതായിരുന്നു അവളുടെ പ്രശ്നം. She was looking back at a lost life, a lost lifestyle, and a lost city. എന്തിലേക്കാണ് അവൾ തിരിഞ്ഞു നോക്കിയത്? She was looking back at a lost life. നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതം, സോദോമിലെ സുഖലോലുപമായ ജീവിതം നഷ്ടപ്പെട്ടു, അതിലേക്ക് അവൾ തിരിഞ്ഞു നോക്കി. രണ്ടാമത്, എ ലോസ്റ്റ് ലൈഫ് സ്റ്റൈൽ. സോദോമിലെ ജീവിത രീതി വളരെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു. അത് വിട്ടുപോകുന്നത് അവൾക്ക് മടിയായിരുന്നു, സങ്കടമായിരുന്നു. അതുകൊണ്ട് അവൾ നഷ്ടപ്പെട്ടു പോയ ജീവിത രീതിയിലേക്ക് തിരിഞ്ഞു നോക്കി. സോദോം അവർക്ക് എപ്പോഴും ആനന്ദം നൽകിയിരുന്ന ഒരു പട്ടണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തപ്പോൾ ലോത്ത് പട്ടണങ്ങളിൽ പാർത്തു. Lot lived in cities. അബ്രഹാം എവിടെയാ പാർത്തത്? കൂടാരങ്ങളിൽ പാർത്തു. He traded his tent with city. അവന്റെ കൂടാരം അവൻ പട്ടണവുമായി വച്ചു മാറി. അത് വിട്ടു പോകുമ്പോൾ ലോത്തിന്റെ ഭാര്യയെ നോക്കുകയാണ്. എന്തിലേക്കൊക്കെ? നഷ്ടപ്പെട്ടു പോയ സുഖകരമായ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ജീവിത ശൈലി, നഷ്ടപ്പെട്ടു പോകുന്ന പട്ടണം, ഇതിലേക്ക്
അവർ അറിഞ്ഞോ അറിയാതെയോ നോക്കുകയാണ്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. Whenever your gaze, G-A-Z-E, means look, നമ്മുടെ നോട്ടം. Whenever your gaze is fixed, wherever your gaze fixed this evening will determine the path taken by your feet. നമ്മുടെ നോട്ടം എവിടേക്കാണ്, അവിടേക്കായിരിക്കും നമ്മുടെ കാലുകൾ അറിയാതെ മൂവ് ചെയ്യുന്നത്. എന്തിലേക്കാണ് നമ്മുടെ നോട്ടം? ഈ സന്ധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കും എനിക്കും പറ്റാവുന്ന ഒരു അപകടമാണിത്. Wherever your gaze is fixed, that will determine the path taken by your feet. Best example is the prodigal son. His gaze was fixed in a faraway country. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ദൂരദേശത്തേക്കായിരുന്നു അവന്റെ കണ്ണ്. അതുകൊണ്ട് അവൻ അറിയാതെ അവിടേക്ക് അവന്റെ പാദങ്ങൾ ചലിക്കുകയാണ്. His gaze was on the world and his feet followed. അതുകൊണ്ട് നാം ഓർക്കണം, നമ്മുടെ ദൃഷ്ടി എവിടെയാണ്, അവിടേക്കായിരിക്കും നമ്മുടെ പാദങ്ങൾ നീങ്ങുന്നത്. ലോത്തിന്റെ ഭാര്യയുടെ ദൃഷ്ടി സോദോം എന്ന പട്ടണത്തിലേക്കും അവിടുത്തെ ജീവിത ശൈലിയിലേക്കും അവിടുത്തെ ഉല്ലാസത്തിലേക്കും ആയിരുന്നത് കൊണ്ടാണ് അവൾ മുമ്പോട്ട് ഓടിയപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് സോദോമിനെ നോക്കുവാൻ ഇടയായി. Those who reject God's plan for living find their path strewn with disaster and trouble. ദൈവം നമുക്ക് വേണ്ടിയൊക്കെ ഒരു പട്ടണം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓടുമ്പോൾ നമ്മുടെ ദൃഷ്ടി എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഇന്ന് പാട്ട് പാടിയപ്പോൾ പറഞ്ഞു, അങ്ങും ഇങ്ങും നോക്കിയാൽ നിനക്ക് മുൻപിൽ പോകാൻ സാധിക്കുകയില്ല. ഭംഗമില്ലാതെ ഓടിയെങ്കിലേ കിരീടം കിട്ടുകയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപം, ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കും. ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയ അപകടം ഇതാണ്. അവൾ എവിടെയായിരുന്നു അവളുടെ ആശ, അവിടേക്ക് അവളുടെ ദൃഷ്ടി പതിയുകയാണ് ചെയ്യുന്നത്. So my dear friends in Christ, what are you looking at this evening? എന്താണ് നിങ്ങളും ഞാനും ഈ സന്ധ്യയിൽ നോക്കുന്നത്? എവിടേക്കാണ് നമ്മൾ നോക്കുന്നത്? അവിടേക്കായിരിക്കും നമ്മുടെ പാദങ്ങൾ നീങ്ങുന്നത്. So the problem with her face and eyes, disobedience. Third, a problem with her focus. അവളുടെ ഫോക്കസ് ഇവിടെ മാറുകയാണ്. അത് അവളെ ഡിസെപ്ഷനിലേക്ക്, ചതിവിലേക്ക് നയിക്കുക. She probably had everyone in the family fooled. They probably thought that she was saved. ഒരു പക്ഷേ അബ്രഹാമിന്റെ കുടുംബത്തിൽ ജീവിച്ചതുകൊണ്ട്, ലോത്ത് എന്ന നീതിമാനായ മനുഷ്യന്റെ ഭാര്യയായി ജീവിച്ചതുകൊണ്ട് കുടുംബത്തിലുള്ളവരൊക്കെ വിചാരിച്ചു കാണും ഇവരും രക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. പക്ഷെ ഇവിടെ നാം കാണുന്നത്, she fooled everyone in the family. She had fooled everyone but God. അവൾക്ക് മറ്റെല്ലാവരെയും കളിപ്പിക്കാൻ സാധിച്ചു. അവരുടെ മുൻപിൽ ഒരു നല്ല അമ്മയായി, നല്ല ഭാര്യയായി, നല്ല വീട്ടമ്മയായിട്ടൊക്കെ അവർ ജീവിച്ചു കാണും. പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ സാധിച്ചില്ല, സാധിക്കുകയുമില്ല. The problem with Lot's wife
is the problem with many of us today. ലോത്തിന്റെ ഭാര്യയുടെ പ്രശ്നം ഇന്ന് നമ്മിൽ പലരുടെയും പ്രശ്നമാണ്. They have merely made a profession of faith, but they have never truly been born again. പലപ്പോഴും ലോത്തിന്റെ ഭാര്യയെ പോലെ വിശ്വാസ പൈതൃകം നമ്മൾ ക്ലെയിം ചെയ്യും. പക്ഷേ വീണ്ടും ജനിച്ച അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പരാജയം വരാൻ സാധ്യതയുണ്ട്. She proved what she was when she looked back to Sodom. അപ്പോൾ ഒരു നാളിൽ നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം പുറത്തു വരും. ലോത്തിന്റെ ഭാര്യ അബ്രഹാമിന്റെ ഭവനത്തിൽ ലോത്തിനോടൊപ്പം ജീവിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു അവൾ രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ സ്ത്രീയാണ്, ലോകമോഹങ്ങളെയൊക്കെ ജയിച്ചവളാണ്. എന്നാൽ യാഥാർത്ഥ്യത്തോട് ഏറ്റുമുട്ടിയപ്പോൾ അവൾ തെളിയിച്ചു അവൾ ആരാണ്. She proved what she was when she looked back to Sodom. സോദോമിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവൾ ആരാണ്. പുറമേയുള്ള ഭാവങ്ങൾ അധികം നാൾ നിലനിൽക്കുകയില്ല. ഒരു നാളിൽ ഉള്ളിലുള്ളത് പുറത്തു വരും. അപ്പോൾ എല്ലാവരും അറിയും നമ്മൾ ആരാണ്. You see, her body was out of Sodom, but her heart was still there. അവൾ ശരീരം കൊണ്ട് ഇപ്പോൾ സോദോമിന് വെളിയിലാണ്, പക്ഷേ ഹൃദയം കൊണ്ടോ അവൾ ഇപ്പോഴും സോദോമിലാണ്. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നമ്മൾ, പലതും വേണ്ടെന്ന് വെച്ച നമ്മൾ ഇപ്പോഴും രഹസ്യമായി അത് പിന്തുടരുന്നുണ്ടോ? നമ്മുടെ ശരീരം ദൈവസന്നിധിയിലും ഹൃദയം ദൈവത്തിന് വിരുദ്ധമായ ഇടങ്ങളിലുമാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. There is a difference in claiming to be a Christian than in being saved. ഒരു ക്രിസ്ത്യാനി എന്ന് അവകാശവാദം മുഴക്കുന്നതും രക്ഷിക്കപ്പെട്ട ദൈവവൈതലായി ജീവിക്കുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. When you are truly saved, you will not be able to enjoy the pleasures and allurements of the world as you did before, because you have been made a new creation. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, if anyone is in Christ is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇതാ പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കും. If you are just pretending to be saved, please be aware that you are not fooling the Lord, but you are fooling yourself. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെന്ന് അഭിനയിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ അല്ല ഫൂളാക്കുന്നത്, നമ്മളെ തന്നെയാണെന്ന് ഓർത്തിരിക്കണം. He knows your heart and will judge you accordingly. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, അതനുസരിച്ച് അവൻ നമ്മെ ന്യായം വിധിക്കും. ഇവിടെ ലോത്തിന്റെ ഭവനത്തിൽ അബ്രഹാമിന്റെ കൂടെ പാർക്കുമ്പോൾ എല്ലാവരും ധരിച്ചു കാണും ഈ ലോത്തിന്റെ ഭാര്യ ബോണഗെയിനാണ്, രക്ഷിക്കപ്പെട്ടവളാണ്. പക്ഷെ സമയം വന്നപ്പോൾ അവൾ തന്നെ തെളിയിച്ചു അവൾ ബോണഗെയിൻ അല്ല എന്ന്. കാരണം എന്താ? She looked back to Sodom. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം കൊണ്ടു നടക്കുന്നത് എന്താണെന്നുള്ളത് തക്ക സമയത്ത് പുറത്തു വരും. We cannot bluff God. We cannot bluff our fellow believers forever. എന്നേക്കും ആരെയും പറ്റിക്കാൻ ഒക്കത്തില്ല. അതൊരു നാളിൽ പുറത്തു വരും എന്നാണ് പറയുന്നത്. This trend is very common in the church today.
Everywhere there are professing Christians. They want to dress, act, walk, and talk like the children of God. But in their inner heart, they are away from God. അങ്ങനെയായാൽ നമ്മളും അപകടം വിളിച്ചു വരുത്തും ലോത്തിന്റെ ഭാര്യയെ പോലെ എന്നത് നാം ഒരിക്കലും മറക്കരുത്. മൂന്നാമത്തെ ഭാഗം. Let us consider her spiritual punishment. ആത്മീയമായി ഈ സ്ത്രീക്ക് കിട്ടിയ ശിക്ഷ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, it was sudden. The punishment was sudden. പെട്ടെന്നാണ് അവൾക്കുള്ള ശിക്ഷ വന്നത്. When judgment came, it was swift and sure. Swift എന്ന വാക്ക് നമ്മുടെ ഒരു കാറിന്റെ പേരാണ്, സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്, വേഗത. സ്ലോത്ത് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വിഫ്റ്റ്. When punishment or judgment came, it was swift and sure. ദൈവം ശിക്ഷിച്ചപ്പോൾ അത് പെട്ടെന്നായിരുന്നു. Remember, you may walk in sin for years, but one day judgment will surely come. വർഷങ്ങളായി പാപത്തിൽ ജീവിക്കുന്നവരായിരിക്കാം, പക്ഷെ ഓർക്കുക, ന്യായവിധി ഒരു നാൾ വരും. അത് വരുമ്പോൾ വേഗത്തിലായിരിക്കും, ഒഴിഞ്ഞു മാറാൻ സാവകാശം കിട്ടുകയില്ല. One day time will run out. ഒരു നാളിൽ സമയം അവസാനിക്കും. There will be no more opportunities and no more calls to repentance. പിന്നെ അവസരങ്ങൾ ഒട്ടും ലഭിക്കുകയില്ല, അനുദപിക്കാൻ അവസരം കിട്ടുകയില്ല. No more calls to repentance, no more opportunities to come back. There will be nothing but judgment, swift and sure. ന്യായവിധി അല്ലാതെ മറ്റൊന്നും അന്നാളിൽ ഉണ്ടാവുകയില്ല. So let us flee from the wrath of God. ലോത്തിന്റെ ഭാര്യയെ പറ്റി അപകടം വരാതെ ഇരിക്കാൻ let us flee from the wrath of God. ദൈവ കോപത്തിൽ നിന്ന് നമുക്ക് ഓടി അകലുവാൻ ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഇന്നാണ് രക്ഷാ ദിവസം. Do not let it get a foothold in your life and in my life, but root it out, whatever the cost or the pain. ഈ പാപങ്ങളൊന്നും നമ്മിൽ ചുവടുറപ്പിക്കാൻ അനുവദിക്കരുത്. അതിനെ പറിച്ചെറിയണം, അതിന്റെ വില എത്രയാണെങ്കിലും വേദന എത്രയാണെങ്കിലും എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. We must get radical with our sins. We must get radical with our sins. There is today is the day. ഇന്നാണ് ദിവസം. ലോത്തിന്റെ ഭാര്യയോട് എത്രയോ വട്ടം ദൈവദൂതന്മാർ പറഞ്ഞു, കുടുംബത്തിലുള്ളവർ പറഞ്ഞു, എന്നിട്ടും അവൾ പരാജയപ്പെട്ടു. പക്ഷേ ന്യായവിധി വന്നപ്പോൾ അത് അതിവേഗം ആയിപ്പോയി
എന്നുള്ളത് നാം മറക്കരുത്. രണ്ട്, it was serious. Her punishment was serious. The Bible says that she became a pillar of salt. വേദപുസ്തകം പറയുന്നു അവൾ ഉപ്പുതൂണായി പരിണമിച്ചു. Instantly the judgment of God fell on her and she perished and was swallowed up in the wrath of God. ദൈവ കോപം അവളെ വിഴുങ്ങിക്കളഞ്ഞു. He was swallowed up by the wrath of God. Her judgment came in spite of her unbelief. അവിശ്വാസം മൂലമാണ് അവൾക്ക് ന്യായവിധി ഉണ്ടായത്. Friends, it won't be a pillar of salt for you and me. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ ഉപ്പുതൂണായി പോവുകയില്ലായിരിക്കാം. It won't be a pillar of salt for you, but it will be an eternity in punishment. എന്നാൽ നമ്മുടെ നിത്യത ശിക്ഷയിലായി പോകാൻ സാധ്യതയുണ്ട്. അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് നമ്മൾ എല്ലാവരും ഉപ്പുതൂണാകും എന്നല്ല, പക്ഷേ നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. We may lose our eternity. വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. If you die without Jesus, your judgment will be swift and sure. ദൈവമില്ലാതെ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ന്യായവിധി വളരെ ദാരുണമായിരിക്കും എന്നാണ് വേദപുസ്തകം നമ്മളെ പറയുന്നത്. Her punishment was settled. Third, മൂന്നാമത്തെ, sudden, serious and settled. For Lot's wife, there would be no pardons, no second chances, and no hope. Her punishment was settled. അവളുടെ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. No pardons, ക്ഷമയില്ല. No second chances, രണ്ടാം ഊഴം ഇല്ല. No hope. She was gone and lost forever, and nothing could be done about it. അവൾ ഉപ്പുതൂണായി എന്നേക്കുമായി നഷ്ടപ്പെട്ട് പോയി. My dear friends, the time to prepare for the next world is today. The time to prepare for eternity is today. When time runs out on you and me, there will be no opportunities after death. എന്റെയും നിങ്ങളുടെയും നിശ്ചയിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ നമുക്കാർക്കും പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടി മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. That is the teaching of the Marthoma Church. No prayer after your death can save your soul. No service after your death can save your soul. The time to prepare for eternity is today. There will be no pardons, no paroles. മരണത്തിന് ശേഷം പരോളും കിട്ടത്തില്ല, പാടനും കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യണം. There will be nothing for you but justice and judgment. മരണാനന്തരം ഒരേ ഒരു കാര്യമേ ഉള്ളൂ,
അത് നീതിയും ന്യായവിധിയുമാണ്. അതുകൊണ്ടാണ് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. However, there is grace today if you will come to Jesus. ഇവിടെ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഈ പഠനം. പിന്നെ എന്താണ്? There is grace today if you will come to Jesus. കൃപയുണ്ട്. ഞാനും നിങ്ങളും യേശു കർത്താവിലേക്ക് വന്നാൽ ഈ കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഈ കൃപ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, നമ്മളെ നിത്യജീവന് അവകാശികളാക്കി തീർക്കും. There is hope if you will respond to Jesus' call. There is salvation for all who will come to him by faith. വിശ്വാസം മൂലം കർത്താവിലേക്ക് അടുത്തു വരുന്ന എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ രക്ഷയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ലോത്തിന്റെ ഭാര്യ, അവൾക്ക് ലഭിച്ച ശിക്ഷ, it was sudden, it was serious, and it was settled. Finally, a strong family needs a strong mother. A strong family needs a strong mother and a strong father. Immediately after Lot's wife perished, each of his two daughters contrived the plan to get him drunk and lie with him for the purpose of preserving his seed. The daughters reasoned in Genesis 19:31, there is no man around here to give us children, as is the custom all over the earth. ഈ അമ്മ പരാജയപ്പെട്ടു പോയത് ഈ കുടുംബത്തിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായി. Failure of this mother caused destruction to this family. ലോത്തിന്റെ ഭാര്യ പരാജയപ്പെട്ടപ്പോൾ അവളുടെ കുടുംബം മുഴുവൻ പരാജയപ്പെട്ടു പോയി. ലോകത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്ത കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 31 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പിതാവിനെ മദ്യലഹരിയിലാക്കി മക്കൾ ചെയ്യുന്ന അനാവശ്യത്തെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുകയാണ്. They certainly all could have benefited from the presence, wisdom, and guidance of a loving mother. ഈ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടേനെ ഈ അമ്മയുടെ സാന്നിധ്യം കൊണ്ട്, അവളുടെ ബുദ്ധി കൊണ്ട്, അവളുടെ ആലോചന കൊണ്ട്. പക്ഷേ അവൾ പരാജയപ്പെട്ടപ്പോൾ ആ കുടുംബം മുഴുവൻ തകർന്നുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. 3 ഭാഗങ്ങളായി ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ പഠിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളുടെ റോൾ എന്താണ്? As parents, if we fail, the whole family will fail. അതാണ് ലോത്തിന്റെ ഭാര്യയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും. We need to remember Lot's wife this evening, not so that we can revive an ages-old painful story, but so that we can be reminded that
this life we are living is fleeting. എന്തിനാ നമ്മൾ ലോത്തിന്റെ ഭാര്യയുടെ ചരിത്രം പഠിച്ചത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദാരുണമായ കഥ ഓർക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇത് പഠിച്ചത്? അല്ല, ഒരിക്കലുമല്ല. പിന്നെ എന്താണ്? ഈ ആയുസ് കടന്നു പോകുന്ന ഒന്നാണെന്നും ഈ ആയുസ്സിൽ വിലയുള്ളതിനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും തകർന്നു പോകും എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ലോത്തിന്റെ ഭാര്യയെ നമ്മൾ ഈ സന്ധിയിൽ ഓർത്തത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, റിമെമ്പർ ലോത്ത്സ് വൈഫ്. എന്തിനാ? ഒരു സങ്കട കഥ കേട്ട് കണ്ണുനീരൊഴുക്കാനല്ല, പിന്നെയോ വലിയ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള ഒരു റിമൈൻഡർ ആയിട്ടാണ് ഈ കഥ നമ്മൾ പഠിച്ചത്. The lesson from Lot's wife is this: take God and His word seriously. Take God and His word seriously. എന്താ ലോത്തിന്റെ ഭാര്യയെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം? ദൈവത്തെയും ദൈവവചനത്തെയും ഗൗരവമായി എടുക്കുക. Judgment is real and the death is real. മരണം യാഥാർത്ഥ്യമാണ്, ന്യായവിധി യാഥാർത്ഥ്യമാണ്. So let us take our God and His word little more seriously. The only way to safely navigate our way past these stark realities is through faith in the Lord Jesus Christ. ഈ ലോകത്തിലെ സ്റ്റാർക്ക് റിയാലിറ്റീസ് നേരിടുവാൻ നമുക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു കർത്താവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മുടെ ഈ ലോക ജീവിതത്തെ ക്രമപ്പെടുത്തുക. Let us take our God and His word little more seriously. ഈ പഠനം മൂലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് ഒരു പഴങ്കഥ ഓർത്ത് അതിന്റെ ട്രാജഡി ഓർത്ത് സങ്കടപ്പെടുന്നതിനായിട്ടല്ലല്ലോ, പിന്നെയോ അവരുടെ ജീവിതത്തിലെ പോരായ്മകൾ ഞങ്ങളുടെ ജീവിതത്തിലും വന്നു ഭവിക്കാതെ ഇരിപ്പാൻ അത് ഓർക്കുവാനാണല്ലോ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചത്. ദൈവമേ, ഈ പഠനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അല്പം കൂടെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തെയും ദൈവവചനത്തെയും അല്പം കൂടെ ഗൗരവമായിട്ട് എടുക്കുവാൻ സഹായിക്കണം. തന്ന നല്ല ഉൾക്കാഴ്ചകൾക്കായി സ്തോത്രം. അതിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് എപ്പോഴും ഇടയാക്കണമേ. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുത്തെ വലതുകരം നീട്ടി ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നാം കേട്ട ദൈവവചനത്തോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.